ആ ഒരു ബഹുമാനം നിലനിർത്തും. രണ്ടാമത്തെ ഒന്ന്, അതിൽ തന്നെ ഒന്നാം നമ്പറിൽ തന്നെ കേട്ടാൽ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. മഹാന്മാര് പറഞ്ഞു, ഇന്ദ സമാഇ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോ സംസാരിച്ചാൽ, ഖുർആൻ കേൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാന് പോയി പോകുന്നതാണ്. ഖുർആന് എത്രമാത്രം വലിയ ബഹുമാനമാണ് നിങ്ങൾ നോക്ക്. ഒരു ആലിമ് വരുമ്പോ, ഒരു സയ്യിദ് വരുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ, സുന്നത്തുണ്ട്. അങ്ങനെ ബാപ്പ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഉമ്മ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഭർത്താവ് വരുമ്പോ ഭാര്യ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, യത്തീംകുട്ടി വരുമ്പോ യത്തീംകുട്ടിനെ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. എന്നാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു, 2 ജുസ് മുസാഫും പിടിച്ചിട്ട്, അല്ലെങ്കിൽ 1 ജുസ് മുസാഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ്. അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസാഫല്ലേ ഉള്ളത്. സിറ്റ് ഔട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ്, കുട്ടിന്റെ കയ്യിലുള്ള മുസാഫിന്റെ ബഹുമാനം കൊണ്ടാണ്. കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസാഫുണ്ട്. മുസാഫ് കാണുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്തല്ലേ. ഒരാൾ മുസാഫും പിടിച്ചിങ്ങനെ വരികയാണ്, അതാ ഒരാൾ വീട്ടിൽ നിന്ന് മുസാഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക്. നമ്മൾ പള്ളിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അയാളങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും എണീറ്റ് പോകണം. കാരണം ഖുർആൻ കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത്. അത് സുന്നത്താണ്, വലിയൊരു ആദരവാണ്. ഖുർആൻ കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല. അല്ലാഹു തആലാന്റെ കലാം ആര് ഓതി എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞു തന്നെ, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ആര് ഓതി എന്നുള്ളത് പ്രശ്നമല്ല. ടേപ്പ് റെക്കോർഡ് ഓതിയാലും ശരി, മൊബൈൽ ഓതിയാലും ശരി, കമ്പ്യൂട്ടർ ഓതിയാലും ശരി, തത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി. വൈദാ ഖുരിഅൽ ഖുർആനു എന്നാ പറഞ്ഞത്, ഖുർആനല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ ആര് ഓതി എന്നുള്ളത് വിഷയമല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ എവിടെ ഓതി എന്നുള്ളതും വിഷയമല്ല. ഫസ്തമിഊ ലഹു വൻസിതു, അത് കേട്ടാ ചെയ്യേണ്ടത് സാഗൂതം ശ്രവിക്കണം, ഒന്നും മിണ്ടാൻ പറ്റൂല. ഖുർആനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊരു വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആന്റെ വഹി ഇങ്ങനെ ഓതുമ്പോ അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് വിശ്വസിക്കാം. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? അവിടെയുള്ള സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി, ഈ ഖുർആൻ കേട്ടിട്ടാണല്ലോ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ പോണത്. അപ്പൊ അവര് പറഞ്ഞു, ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത് കേട്ടോ. കുറെ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. ആളുകള് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞ് അത്ര വെച്ചാണ് കൊടുക്കല്ല, കേൾക്കാതിരിക്കാൻ. ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു. മക്കത്തിന്റെ ബൗണ്ടറി കത്തി മുമ്പിൽ പഞ്ഞാണ് കൊടുത്തു, കാതിലാണ്ട് വെച്ചു കൊടുത്തു, 2 കാത്. എന്തിന്? ഖുർആൻ കേൾക്കത് കേട്ടാൽ കൂടിപ്പോകും. കുറച്ചു കാലൊക്കെ ഈ പഞ്ഞിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു പഞ്ഞാണ്ട് എടുത്തിട്ട് പോലെ ഞങ്ങൾ ഖുർആൻ ഒന്ന് കേട്ടപ്പോ വിശ്വാസം ചെയ്തു. കണ്ടോ? അപ്പൊ അവരെ തീരുമാനമാണ്, ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ കേട്ടാ വൽഗൗ ഫീഹി, അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഇതാരെ പണിയാണ്? വഖാലല്ലദീന കഫറു, സത്യനിഷേധികളെ പണിയാണ്. ഖുർആൻ കേൾക്കരുത്, കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം. ഞങ്ങളെ കൽബക്ക് അത് കേറൂലല്ലോ, അത് കേട്ടിട്ട് ആരും കുടുങ്ങൂലല്ലോ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വാല് വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് ബുർദ വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് സംസാരിച്ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെവർ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം. ഖുർആനോത്ത് അവിടെ സ്വസ്ഥമായി നടക്കണം. കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആൻ ഓതാണ്, അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മുടെ ഖൽബ് നന്നാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആൻ കേൾക്കണമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് ഖുർആൻ ഓതാതെ കിടക്കുന്നത്? നബി ഇമാം തങ്ങൾ പറഞ്ഞു, ഖുർആനുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു മുഅ്മിന് മുറിക്കാൻ പറ്റൂല. അപ്പൊ നബി ഇമാം തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു, ജനാബത്തുകാരനും ഹൈലുകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്ത് ചെയ്യണം? തങ്ങൾ പറഞ്ഞു, നബി ഇമാം തങ്ങൾ പറഞ്ഞു, അവര് ഖുർആനിലേക്ക് നോക്കണം. നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആൻ ഉണ്ടാകുമല്ലോ, അതിലേക്ക് നോക്കണം. കേൾക്കാൻ കഴിയുമല്ലോ, ടേപ്പ് റെക്കോർഡിലൂടെ ഖുർആനിന്റെ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അവര് നാവ് കൊണ്ട് ഓതാൻ പാടില്ല, ഖൽബ് കൊണ്ട് ഓതട്ടെ. മിൻ ഗൈരി തലഫുളിൻ ബിലിസാനിഹി, നാവ് കൊണ്ട് മൊഴിയണ്ട. എന്നാലും ഖുർആനിനോടുള്ള ആത്മബന്ധം പോകരുത്, അത് കുറയാൻ പാടില്ല. ആ ഖുർആനിനോട് ബഹുമാനക്കേടാണ് അത് കേൾക്കുമ്പോ സംസാരിക്കൽ. അതൊരു വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മൾ ഒരു കയ്യിൽ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ വെക്കും, ആ കട്ടൻ ചായ അവിടെ വെക്കും. ഖുർആനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിലാണെന്ന് പറയട്ടെ, ദയവ് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കും, ദയവ് ചെയ്തിട്ട് ഈ ഖുർആൻ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോൾ അൽക്കഫ് എടുക്കുമ്പോൾ പലയിടത്തുനിന്ന് കണ്ട് സങ്കടാവും. പിന്നെ അപ്പത് പറയാൻ കഴിയില്ലല്ലോ എഴുതിയിട്ട് മാറ്റി വെക്കലാണ്. രജിസ്റ്റർ ബുക്ക് കൊണ്ടുപോകും പോലെ ഖുർആൻ എഴുതി കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ എന്താ തറവാടിനെ കണക്കെഴുതുന്ന ബുക്കാ? പീടികയിലെ പലചരക്കിന്റെ കണക്കെഴുതുന്ന ബുക്കാ? അള്ളാഹുവിന്റെ കലാമാണത്. ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം, പൊക്കി പിടിക്കണം. ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പിടിക്കാൻ പാടില്ല. ബഹുമാനമുള്ളവർ ഇത്തവം പിടിക്കാൻ പാടില്ല. ബഹുമാനക്കേട് വന്നിട്ട് പിന്നെ ഓതിട്ടെന്താ? അതുകൊണ്ട് അത് മേലോട്ടാ പിടിക്കണ്ടേ. കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ, നെഞ്ചൊക്കെ നന്നാകട്ടെ, കൽബൊക്കെ നന്നാകട്ടെ. ഖുർആൻ ഇങ്ങനെ ചേർത്ത് വെച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം. അൽക്കഫിന്റെ ഏടെടുക്കും വെള്ളിയാഴ്ച, എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ചില ആൾക്കാർ അത് കുത്തിയിട്ടാണ് താഴോട്ട് ഇരിക്കാറില്ല. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഏടുമൽ കുത്തിയിട്ടാണ് അവർ ഇരിക്കുന്നത് തന്നെ. ചിലര് ഖുർആന് തിലാവത്തിന്റെ സുജൂദ് വന്നാൽ അത് ഇങ്ങനത്തെ ഒരു പായലാണ് വെച്ചിട്ട് ഇപ്പുറത്ത് സുജൂദ് ചെയ്യുന്നതാണ്. ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം, അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം. ഖുർആൻ വെക്കുന്ന സ്ഥലത്തിലെ റൈഹാലുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഉയർന്ന ഇതുപോലത്തെ തിണ്ടില്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മിമ്പറിലേക്ക് വെക്കണം. ഒരിക്കലും നമ്മുടെ ചവിട്ടടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആൻ താഴെ വെക്കരുത്. അത് വലിയ അപകടമാണ്. ബഹുമാനക്കേട് വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ രാജാക്കന്മാര് ഖുർആൻ രക്ഷപ്പെട്ടതുപോലും ഖുർആനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ജീവിതവും സന്തോഷത്തിലാണ്. മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു. ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു ഖജനാവില് ഖുർആൻ വെച്ചിട്ടുണ്ട്, ഖുർആനിന്റെ മേലെ കത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗവർണർക്ക് എഴുതിയ കത്താണ്. അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു. ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായിട്ട് രൂക്ഷമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്ത് എഴുതിയത്? അള്ളാന്റെ ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റോ? ഞാൻ ആ കത്തെടുത്തിട്ട് വലിച്ചു ചീറി കൊട്ടയിലിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ അള്ളാന്റെ കലാമിന്റെ മേലെ ഒന്നും നീ വെച്ചുകൂടാ. ഈ എന്റെ മനസ്സിൽ നിർഗളിച്ച ബഹുമാനം അള്ളാഹു പരിഗണിച്ചു. കണ്ണട ഖുർആൻ ഓതിയിട്ട് ഖുർആന്റെ മേലെ വെക്കരുത്, കണ്ണടന്റെ കൂട് വെക്കരുത്, മൊബൈൽ ഫോൺ വെക്കരുത്, വാച്ച് വെക്കരുത്, മോതിരം വെക്കരുത്. അള്ളാന്റെ ഖുർആൻ വെക്കുന്നതിന്റെ മേലെ ഗ്ലാസ് വെക്കരുത്, പ്ലേറ്റ് വെക്കരുത്, വേറെ ഒന്നും വെക്കരുത്. അത് ആലാദർജയിൽ ഉയർത്തി വെക്കേണ്ടതാണ്. ആ സ്ഥലം എപ്പോഴും പൊടിതട്ടി വൃത്തിയാക്കേണ്ടതാണ്. നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കും പോലെ ഖുർആനിരിക്കുന്ന സ്ഥലം ചെതലരിച്ചിട്ട് അതങ്ങനെ പൊടി പിടിച്ചിട്ട് മാറാമില് കെട്ടിയിട്ട് ചിലന്തി വലയൊക്കെ കെട്ടിയിട്ട് അതൊരു വൃത്തികേടാകുന്ന രൂപത്തിലായാൽ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കുറയും, നമ്മുടെ കൽബിലെ ബഹുമാനവും എടുക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വർത്തമാനം പറയരുത്. ആ ഒരു കണ്ടീഷൻ സ്വീകരിക്കണം. വേറെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാലെന്താ? എനിക്കൊന്നും വരാനില്ല, നമ്മളെ ഈമാൻ അങ്ങ് പോകും. ആരാ പറഞ്ഞത്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. ഈമാൻ പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വലിയ ബഹുമാനം സ്വീകരിക്കണം ഖുർആനോട്, വലിയ ബഹുമാനം, ആദരവ് സ്വീകരിക്കണം. ചെറിയ ആദരവല്ല. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ കലാമിന് എത്രമാത്രം വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കണ്ടേ? ചെറിയ അർത്ഥത്തിലല്ലല്ലോ ആ ബഹുമാനം കൽപ്പിക്കേണ്ടത്. സ്വഹാബിമാരൊക്കെ ഏത് രൂപത്തിൽ കൽപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലെ ശുഹദാക്കൾക്കിടയിൽ ആകെ ഒറ്റ വിഷയം കൊണ്ടാണ് വേർതിരിവ് നടത്തിയത്. ഒറ്റ വിഷയം കൊണ്ട് ശുഹദാക്കൾക്കിടയിൽ വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ടാണ്. എന്താ വിഷയം? തങ്ങൾ ചോദിക്കും, രണ്ടാൾക്കാരെ ഒരു ഖബറിലേക്ക് വെക്കുകയാണെങ്കിൽ ചോദിക്കും, ഇവരെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ലാക്കിയത്? ഇവരെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആനോത്തറിയുന്നത്? ആ ഖുർആനോത്തറിയുന്ന ആളെ ആദ്യം മുന്തിച്ചു വെക്കും. പിന്നെയാണ് രണ്ടാമത്തെ ആൾ ഒരു ഖബറിലേക്ക് വെക്കുന്നത്. ഒന്ന് ലഹദിലേക്കാണ്, തുറന്നു വെച്ച ഖബറിലേക്ക്, ഒന്ന് കീറി വെച്ച ഖബറിലേക്കും വെക്കുന്നു. അപ്പൊ മുൻഗണന ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയിക്കണം. നമ്മൾ പരാജയപ്പെടരുത്, നമ്മുടെ ഈമാൻ നശിച്ചു പോകരുത്.